ന്യൂസ് അജണ്ടയാണ്. പെട്ടെന്ന് ഇന്ന് വരാൻ പോകുന്ന വാർത്തകൾ 9 മുതൽ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കി വരാം. കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആനന്ദ് പുത്തൂരാണ്. കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടം എന്നിവർ ചേരുകയാണ് ന്യൂസ് അജണ്ടയിൽ. വയനാട് ചൂരൽമലയിൽ നിന്ന് അർജുനും ചേരുന്നുണ്ട്. എല്ലാവർക്കും നമസ്തേ. പെട്ടെന്ന് നമുക്ക് നമ്മുടെ സമയം 8:54 ആയിരിക്കുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ 9 മുതൽ അങ്ങോട്ട് എന്ന് ആദ്യം തന്നെ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. ആനന്ദ്. പ്രദീപ്, ചാലിയാറിൽ ഇന്നും തിരച്ചിൽ തുടരും. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ജനകീയ സമിതിയുടെയും ആളുകളുടെയും നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിൽ ചാലിയാർ പുഴയിൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് മലപ്പുറത്ത് നിന്ന് നമുക്ക് പ്രധാനമായി പറയാനുള്ള വാർത്ത. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശത്ത് ഇന്നും മന്ത്രിസംഘം സന്ദർശനം നടത്തും എന്നറിയാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 100 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി അവിടുന്ന് നമ്മൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ മഴ വടക്കൻ കേരളത്തിലേക്ക് ശക്തി പ്രാപിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. ശരി ആനന്ദ്, വളരെ പെട്ടെന്ന് തന്നെ പോയി. ഇനി നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. കാര്യം കിരൺകുമാർ ഉണ്ട്. കിരൺ ആലുവയിൽ ആണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് കിരൺകുമാർ ആലുവയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു തന്നെ ന്യൂസ് അജണ്ട തുടങ്ങാം. കിരൺ. പ്രദീപ്ല, ഏതായാലും ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വീണ്ടും ശക്തമായിക്കൊണ്ട് തന്നെ ഉയരുകയാണ്. ഏതായാലും ഈ വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം അതിന്റെ സമര പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് തന്നെ വിവിധ സംഘടനകൾ തീരുമാനിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ മാസം 15-ാം തീയതി, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെരിയാറിന് കുറുകെ പോകുന്ന പാലങ്ങളിൽ പ്രതീകാത്മക ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിഷേധ പരിപാടികളുടെ ആദ്യഘട്ടം നടക്കുക. ഇത് ഓഗസ്റ്റ് 15-നായിരിക്കും നടക്കുക. ഓഗസ്റ്റ് 15-ന് രാവിലെ 9 മണി മുതൽ ഉച്ചവരെ നടത്താനാണ് ഈ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ഏതായാലും ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഈ ആലോചനാ യോഗം ഇന്ന് ആലുവയിൽ വെച്ച് നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് രാവിലെ 10:00 ഈ യോഗം ആരംഭിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട യോഗത്തിന്റെ വിവരങ്ങളും പിന്നാലെ ഉണ്ടാവും. പെട്ടെന്ന് ഇനി തിരുവനന്തപുരത്തേക്ക് പോവാം. അഖിൽ പാലോട്ടുമടം ഉണ്ട്. അഖിൽ, പെട്ടെന്ന് ഇനി വയനാട്ടിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ന്യൂസ് അജണ്ട പ്രധാനപ്പെട്ടതാണ്. പ്രദീപ്, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നടക്കാനുള്ളത് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിപ്പോയ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള, കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ചേർന്ന് 10 ദിവസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മന്ത്രിമാരുടെ ഉപസമിതി അടക്കം അത് പരിശോധിച്ചതിന് ശേഷം അത് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ, കേന്ദ്രത്തിന്റെ ധനസഹായം സ്വീകരിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവനന്തപുരത്ത് നമുക്ക് അറിയാനുള്ളത്. പ്രദീപ്. ശരി അഖിൽ, വളരെയധികം നന്ദി. വിശദാംശങ്ങളിലേക്ക് വരാം. പെട്ടെന്ന് ചൂരൽമലയിലേക്ക് പോവുകയാണ്. അർജുൻ, എന്താണ് ഇന്ന് അവിടെ ജനകീയ തിരച്ചിലാണോ ഇന്നത്തെ പ്രധാന വാർത്ത? തീർച്ചയായും ഇന്ന് ജനകീയ തെരച്ചിലാണ് നടക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ തെരച്ചിൽ തുടങ്ങിയത്. ഇതിൽ ജനപ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, സന്നദ്ധ സേവാ പ്രവർത്തകരടക്കം ഇതിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ക്യാമ്പിലുള്ള, അതായത് ക്യാമ്പിൽ അത്തരത്തിൽ അവർക്ക് ആഗ്രഹമുള്ള ആളുകൾക്ക് പങ്കെടുക്കാമെന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള തെരച്ചിലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഉച്ചവരെ ഈ തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.